ഹായ് എവരിവൺ. അപ്പോൾ വീണ്ടും നമ്മൾ കാണുകയാണ് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എങ്ങനെ കുറച്ച് പദങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കണം, അതിൻ്റെ അർത്ഥങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടു. നമ്മളത് കണ്ടു, അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഈ രീതിയിലൊക്കെ തന്നെ വേണം ഈ പറയുന്ന വാക്കുകളെല്ലാം സംഹിതയ്ക്കകത്തേക്ക് ഉപയോഗിക്കാനെന്ന് നമ്മൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ തന്നെയാണ്. സെക്ഷൻ 3-5 ഒരു കാര്യം പറയുന്നുണ്ട്. സെക്ഷൻ്റെ 3-5 പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ ആക്ട്. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എന്താണ് ക്രിമിനൽ ആക്ട് എന്ന് പറയുന്നത്. ക്രിമിനൽ ആക്ട് നമ്മൾ ഒഫൻസ് ഉള്ള ആക്ട് പഠിക്കുകയാണ്. ഈ ആക്ട് എന്ന് പറയുന്നതിനകത്ത് ഭാരതീയ ന്യായ സംഹിതയിൽ നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, അതെന്താണ്, എല്ലാ പ്രവൃത്തികളൊന്നും കുറ്റകൃത്യത്തിൽ എത്തില്ല. അപ്പോൾ എന്താണ്, ചില പ്രവൃത്തികളാണ് എന്ത് ചെയ്യും, കുറ്റകൃത്യത്തിലെത്തും. സോ ആ കുറ്റകൃത്യത്തിലേക്ക് എത്തുന്ന പ്രവൃത്തികൾ എന്ന് പറയുന്നത് സെവറൽ പേഴ്സൺസ്, ഒന്നിലധികം ആൾക്കാർ ഒരു കോമൺ ഇൻറ്റൻഷൻ, പൊതുവായ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെ നടപ്പിലാക്കുന്നതിൽ വെക്കേണ്ടത്. അപ്പോൾ ഒരു പൊതുവായ ഉദ്ദേശ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ 4-5 പേര് കൂടി ചേർന്നിരുന്ന് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇന്ന് നമുക്കൊരു ബാങ്ക് കൊള്ളയടിക്കാൻ പോകണം, അതല്ലെങ്കിൽ ഒരുത്തനെ തട്ടണം, ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതത്ര നല്ല ലക്ഷ്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഒരു കോമൺ ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. ആ കോമൺ ഇൻറ്റൻഷൻ പൊതുവായ ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെ നടത്തിപ്പിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഇൻറ്റൻഷന് വേണ്ടിയിട്ട് ഈച്ച് ഓഫ് സച്ച് എ പേഴ്സൺ, ആ പറയുന്ന കാര്യം നമ്മൾ ഏതെങ്കിലും ഒരാളത് ചെയ്താലും, ബാങ്ക് റോബറിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, നമ്മൾ വ്യക്തമായിട്ട് വർഷങ്ങളല്ല മാസങ്ങളെടുത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി നടത്തുന്നു. അപ്പോൾ ഈ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ബാങ്കിൽ തോക്കും കൊണ്ട് കയറിയത് ഒരാളേ ഉള്ളൂ. ബാക്കി ആൾക്കാർ ഇതിന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായങ്ങൾ കൊടുക്കാൻ അവിടെ ഇവിടെയൊക്കെ ചെന്നിരിക്കുകയാണ്. ഓക്കെ, അല്ല അവിടെ നാൾ വരുന്നുണ്ടോ, ഇവരെപ്പോൾ ബാങ്ക് തുറക്കും, എവിടെയൊക്കെ സെക്യൂരിറ്റി ചെക്കിങ് ക്യാമറകളുണ്ട്, ഇതൊക്കെ ഓരോരുത്തർ ചെയ്യുകയാണ്. അവസാനം ഇവന്മാരെല്ലാം കൂടെ പിടിച്ചാലോ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കോമൺ ഇൻറ്റൻഷൻ്റെ പേരിലല്ല, കോമൺ ഇൻറ്റൻഷൻ, പൊതുവായ ഉദ്ദേശ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഏത് ഒരുത്തനാണോ അതല്ലെങ്കിൽ എല്ലാവന്മാർക്കും എന്ത് കിട്ടും. അതായത് അത് ഒരാൾ ചെയ്തതാണെങ്കിലും ആ പ്രവൃത്തി ബാങ്ക് ലോക്കർ കുത്തി തുറന്നത് ഒരുത്തനാണെങ്കിൽ പോലും അത് ചെയ്തത് ആ 5 പേര് ആ കൂട്ടത്തിലുണ്ട്. അപ്പം ഞാൻ ബാങ്ക് ലോക്കറിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് കേട്ടോ. നമ്മൾ കുറ്റകൃത്യം എന്ന് പറയുന്നത് 4-5 പേര്, ഒന്നിൽ കൂടുതൽ എത്ര ആൾക്കാർ വന്നോ, ഇവരെല്ലാവരും ഒരു പൊതുവായ ഉദ്ദേശ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിൽ വേണ്ടിക്ക് ഇറങ്ങിത്തിരിക്കുന്നു. ഒരാൾ മാത്രം അകത്ത് കയറിയാലും മതി, പക്ഷേ ഇവന്മാർക്ക് എല്ലാവർക്കും എന്ത് കിട്ടും, ഒരേ ശിക്ഷയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ സെയിം മാനറിലാണ് ഇവന്മാരെല്ലാവരും ഒരുമിച്ച് ചെയ്തതായിട്ട്. ഈ ഇവന്മാരെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി ഇവളുമാരെന്ന് പറയാൻ അങ്ങനെ ഉദ്ദേശിക്കില്ല. ഞാൻ പറഞ്ഞു വരുന്ന ഒരു രീതിയിൽ അങ്ങ് പറയുന്നതാണ്. വ്യക്തികൾ എന്നുള്ളതാണ് ഈ കുറ്റകൃത്യം നടത്തുന്ന വ്യക്തികൾ എന്നുള്ളത്. അപ്പം ഞാനിനി അങ്ങനെയൊക്കെ പറഞ്ഞാലും അതെന്താണ്, ഇവന്മാർ മാത്രം ഇവളുമാരെന്ന് പറയാത്ത അങ്ങനെയൊന്നും ഉദ്ദേശിക്കല്ലേ. അപ്പോൾ ഇതിനകത്ത് വ്യക്തികൾ, പേഴ്സൺസ് എന്നുള്ളത് നോക്കുക. അപ്പോൾ അതാണ് 3-5 പറയുന്നത്. കോമൺ ഇൻറ്റൻഷൻ, പൊതുവായ ഉദ്ദേശ ലക്ഷ്യം നടപ്പിലാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ ആവശ്യകതയിലേക്ക് വേണ്ടിയിട്ട് ഒരുത്തന്നെ ഇറങ്ങിത്തിരിച്ച് ചെയ്താലും, ഒന്നിലധികം പേര് ഇല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവരും ചെയ്താലും എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ശിക്ഷയായിരിക്കും കിട്ടുന്നത്. സോ ഇനി നെക്സ്റ്റ്, അപ്പോൾ 3-5 കഴിഞ്ഞാൽ ഇനി നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയിലേക്കാണ് പോകുന്നത്. നമ്മൾ കുറ്റകൃത്യം എന്നൊക്കെ ഒരുപാട് തവണ പറയും. കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് പണിഷ്മെൻറ്റ്, അതിന് കിട്ടുന്ന ശിക്ഷാവിധികൾ എന്തൊക്കെയാണ്, ആ ശിക്ഷാവിധികളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സെക്ഷൻ 4 തൊട്ട് 12 വരെയും പറയുന്നത് ഈ പ്രധാനപ്പെട്ട ശിക്ഷാവിധികളെക്കുറിച്ചാണ്. 12 13 വരെയും പോകുന്നുണ്ട്. അപ്പോൾ ശിക്ഷാവിധികളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ കുറ്റങ്ങളും ചെയ്യുമ്പോൾ BNS അതാണ് പറയുന്നത്, ഇന്നത് ചെയ്താൽ നമ്മുടെ നാട്ടിൽ നിയമം മൂലം നിരോധിക്കപ്പെട്ട ഈ പ്രവൃത്തി ചെയ്താൽ, ഇനി ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നിയമം മൂലം നിരോധിക്കപ്പെട്ടതാണ്. അപ്പോൾ ഒരു ചോദ്യമാണ്,
എനിക്ക് എനിക്ക് എന്നെക്കാട്ടിൽ മുതിർന്ന ഒരാൾ നടന്നു വരുമ്പോൾ എന്താണ്, ഞാൻ എഴുന്നേറ്റില്ല, അയാളെ കണ്ട് ബഹുമാനം കാണിച്ചില്ല എന്ന് പറയുമ്പോൾ അതൊരു കുറ്റകൃത്യമാണോ? അപ്പോൾ എന്താണ്, അതൊരു നമ്മുടെ മോറൽ സെൻസിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അത് നമ്മുടെ മൊറാലിറ്റിയിൽ വരുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ എഴുന്നേറ്റ്, പക്ഷേ അതൊരിക്കലും നിയമം മൂലം ഇന്ന ആൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറയുന്ന നിയമം ഇല്ലാത്തിടത്തോളം കാലം അതൊരു എന്താണ്, കുറ്റമാകുന്നില്ല. അപ്പോൾ നമ്മൾ മറ്റൊരാളെ എന്താണ്, അയാളുടെ ശരീരത്തിനോ മനസ്സിനോ അയാളുടെ പ്രോപ്പർട്ടിക്കോ ഉണ്ടാക്കാൻ പാടില്ല, ക്ഷതി ഉളവാക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതൊരു ഒഫൻസാണ്. സോ അപ്പോൾ എന്താണ്, ഈ തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചുമ്മാ കുറ്റം എന്ന് പറഞ്ഞിട്ട് കാര്യം, കുറ്റമല്ല കുറ്റകൃത്യമാണെന്ന്, ഒരു കുറ്റം ചെയ്യുന്നു, അത് നടത്തുന്ന കൃത്യം കുറ്റകൃത്യമാകുന്നു. സോ അങ്ങനെ കുറ്റകൃത്യം അങ്ങ് ചുമ്മാ അങ്ങ് പറഞ്ഞു പോയാൽ മതി, ഇതിനെന്തെങ്കിലും ശിക്ഷ കൊടുക്കണ്ടേ? ആ ശിക്ഷാവിധികളെക്കുറിച്ചാണ്, അത് എങ്ങനെയൊക്കെ കൊടുക്കണം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ IPCയിൽ നിന്നും BNSലേക്ക് വരുമ്പോൾ 2023 ആക്ട് വരുമ്പോഴത്തേക്കിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാര്യമാണ് വൺ ഓഫ് ദ മോഡ് ഓഫ് പണിഷ്മെൻ്റായിട്ട്, പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിൽ ഒരു തരത്തിലുള്ള പണിഷ്മെൻ്റായിട്ട് കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്ന ഒരു മോഡ് ഓഫ് പണിഷ്മെൻറ്റിനെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതുവരെ ഉണ്ടായിരുന്ന പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ പണിഷ്മെൻറ്റിൻ്റെ കൺസെപ്റ്റുകളിൽ നിന്നും ശിക്ഷാവിധികളിൽ നിന്നും പുതിയതായിട്ട് കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യണം, അതായത് സാമൂഹിക സേവനങ്ങൾ ചെയ്യാൻ പോകണം, അങ്ങനെ ചെയ്യിപ്പിക്കാമോ? ഇപ്പോൾ പറയുന്ന അതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് ചില കോടതികൾക്ക് അതിനൊരു വിവേചന അധികാരം, ഡിസ്ക്രിഷണറി പവർ കൊടുത്തിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഇങ്ങനെ കമ്മ്യൂണിറ്റി സർവീസിന് വിടാം. പക്ഷെ അതുവരെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടില്ല കമ്മ്യൂണിറ്റി സർവീസ് വൺ ഓഫ് ദ മോഡ് ഓഫ് പണിഷ്മെൻ്റ് ആയിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ BNSൽ അത് പുതുതായിട്ട് കൊണ്ടുവന്ന് ചേർത്തു. ഓക്കെ, ഇനി നമ്മൾക്ക് നോക്കാം പണിഷ്മെൻറ്റുകൾ എത്ര തരത്തിലുള്ള പണിഷ്മെൻറ്റുകളാണ്. സെക്ഷൻ 4 പറയുന്നത് പണിഷ്മെൻറ്റുകൾ പ്രധാനമായിട്ടും സംഹിത പറയുന്ന പണിഷ്മെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡെത്ത് പെനാലിറ്റി നമ്മൾക്ക് ഇവിടെ നമ്മൾ ഡെത്ത് പെനാലിറ്റി ഇമ്പോസ് ചെയ്യുന്ന രാജ്യമാണ്. സോ ഒന്ന് ഡെത്ത് പറയുന്നുണ്ട്. ദെൻ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ഇംപ്രിസൺമെൻറ്റ്, ജീവപര്യന്ത തടവിന് ശിക്ഷ വിധിക്കാം എന്നുള്ളതാണ്. അത് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതിലേക്ക് എത്താം. ദെൻ ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിലെന്ന് പറയുമ്പോൾ ഒന്ന് റിഗറസ് ഇംപ്രിസൺമെൻറ്റും റിഗറസ് ആയിട്ട് വിളിക്കുന്ന ഇംപ്രിസൺമെൻറ്റ്, അതിൻ്റെ സിമ്പിൾ ഇംപ്രിസൺമെൻ്റ് ആണ്. റിഗറസ് ഇംപ്രിസൺമെൻറ്റ് എന്ന് കണ്ടാൽ അത് നമ്മൾ പേടിക്കൊന്നും വേണ്ട. ജയിലിൽ പിടിച്ചിട്ടിട്ട് എന്ത് ചെയ്യും, കഠിന തടവിനകത്ത് എന്തും കൂടി കൊടുക്കും, കുറച്ച് ജോലികളൊക്കെ ചെയ്യിപ്പിക്കാൻ പറയും ഇവരെ കൊണ്ട് ചില ഹാർഡ് ലേബേഴ്സ് ജയിലിനകത്ത് തന്നെ ഹാർഡായിട്ടുള്ള ലേബറുകൾ ചെയ്യിപ്പിക്കും, ജോലി ചെയ്യിപ്പിക്കും. അത്രയേ ഉള്ളൂ റിഗറസ് ഇംപ്രിസൺമെൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ സിമ്പിൾ ഇംപ്രിസൺമെൻറ്റ് അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ പൊതുവെ ചെറിയ പെറ്റി ഒഫൻസുകൾക്കൊക്കെ അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. റിഗറസ് ഇംപ്രിസൺമെൻറ്റ് സിമ്പിളാണ്, അതിനകത്ത് ഈ പറയുന്ന ജോലിയൊന്നും ചെയ്യണ്ട എന്നുള്ളതാണ്. ദെൻ അപ്പോൾ ഡെത്തായി ഇംപ്രിസൺമെൻറ്റ് തന്നെ രണ്ട് തരത്തിലുള്ളതായി, റിഗറസുമായി, അത് സിമ്പിളുമായി. ദെൻ ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി കണ്ടെത്തും, അതായത് വസ്തുവകകളെല്ലാം നമ്മൾക്ക് കുറ്റകൃത്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജുഡീഷ്യറിക്ക് മുമ്പിൽ, നമ്മുടെ ജസ്റ്റിസിന് മുൻപിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവനെ ഇവിടെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യണോ, ഇനി അതല്ല വേറൊരാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി അറ്റാച്ച് ചെയ്യണോ, ചെയ്യിപ്പിക്കാം. അതാണ് ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, വൺ ഓഫ് ദ മോഡ് ഓഫ് പണിഷ്മെൻ്റ് ആണ്. ദെൻ ഫൈൻ ഇമ്പോസ് ചെയ്യാം. അപ്പോൾ എല്ലാ സമയത്തും ഒന്നും ജയിലിൽ പിടിച്ചിടണം എന്നൊന്നുമില്ല. ചില സമയത്ത് ഇവർക്ക് എന്ത് കൊടുത്താലും മതി, ഫൈൻസ് ഒക്കെ ഇമ്പോസ് ചെയ്ത് വിട്ടാൽ മതി. അടുത്തതാണ്, അപ്പോൾ ഇതുവരെ നമ്മൾക്ക് IPC പറയുമ്പോൾ ഓൾഡ് ആക്ട് ആയിട്ടുള്ള IPCയിൽ നമ്മൾക്ക് ഈ ഫൈൻ വരെ ഉണ്ടായിട്ടേ ഉള്ളൂ. ദെൻ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്തും കൂടി കാണുന്നു, കമ്മ്യൂണിറ്റി സർവീസ്. ഓക്കെ, സാമൂഹിക സേവനം, കമ്മ്യൂണിറ്റി സർവീസ് കൂടി നമ്മൾ ഇമ്പോസ് ചെയ്യും. നമ്മളെല്ലാം നിയമത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി നമ്മൾ സെക്ഷൻ 4 ഇത്രയും ഉള്ള എന്തുണ്ട് എന്ന് മനസ്സിലാക്കി, ഇത്രയും മോഡ് ഓഫ് പണിഷ്മെൻ്റ് ഉണ്ട് എന്ന് കണ്ടതിന് ശേഷം നമ്മൾ എവിടേക്ക് പോവുകയാണ്, കമ്മ്യൂട്ടേഷനിലേക്ക് പോവുകയാണ്. കമ്മ്യൂട്ടേഷനിലേക്ക് പറയുമ്പോൾ കമ്മ്യൂട്ടേഷൻ ഓഫ് സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. കമ്മ്യൂട്ടേഷൻ ഓഫ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷാവിധി ലഘൂകരിക്കൽ എന്നുള്ളതാണ്. ശിക്ഷാവിധി ലഘൂകരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നീളമുള്ള ഇല്ലെങ്കിൽ കഠിനമായിട്ടുള്ളതിനെ ഒന്നും കൂടെ ചെറുതാക്കി കൊടുക്കുക എന്നുള്ളതാണ്. 10 വർഷം വരെ കൊടുക്കാവുന്ന ശിക്ഷാ കാലാവധി ഇല്ലെങ്കിൽ 10 വർഷം വരെ ഇമ്പോസ് ചെയ്യാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാൾക്ക്
കോടതിക്ക് വേണമെങ്കിൽ 10 വരെയും കൊടുക്കാം എന്നുള്ളതാണ്, 10 വർഷം വരെയും കൊടുക്കാം. അപ്പോൾ അത് എക്സാക്ട് 10 തന്നെ കൊടുക്കണമെന്നില്ല, അത് വേണമെങ്കിൽ ഒരു 5 ആക്കി കുറച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ 6 ആക്കി കുറച്ച് കൊടുക്കുക. അതാണ് കമ്മ്യൂട്ടേഷൻ ഓഫ് സെൻറ്റൻസ് എന്ന്. അപ്പോൾ എന്താണ് ശിക്ഷാവിധികളെ നമ്മൾ എന്താണ് ശിക്ഷാവിധി എന്ന് പറയുന്നത്, ശിക്ഷകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് കൊടുക്കുന്നു, ലഘൂകരിച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ്. സോ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റിനാണ്. അപ്പം എന്താണ് ഉചിതമായിട്ടുള്ള ഏത് ഗവൺമെൻറ്റാണോ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റിനാണ് വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദ ഒഫൻഡർ, ഈ കുറ്റവാളിയുടെ സമ്മതം കൂടാതെ തന്നെ എന്ത് ചെയ്യാവുന്നതാണ്, പണിഷ്മെൻറ്റിനെ, ആ വിധിയെ, എന്താണ് ശിക്ഷാ കാലയളവിനെ എന്ത് ചെയ്യാവുന്നതാണ്, ഈ സംഹിതയിൽ പറയുന്നതനുസരിച്ച് ഈ സംഹിതയിൽ പറയുന്ന കുറ്റകൃത്യങ്ങളായിരിക്കണം ഇയാൾ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ BNSലാണല്ലോ നമ്മൾ എന്താണ് വളരെ വിശദമായിട്ട് പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ആ കുറ്റകൃത്യങ്ങളെ ഒരു അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റിന് കുറ്റവാളിയുടെ കുറ്റവാളിയുടെ ഒഫൻഡറിൻ്റെ കൺസെൻറ്റ്, ഞാൻ പറയുകയാണ് ഞാനൊരു കുറ്റകൃത്യം ചെയ്തു, എനിക്ക് കോടതി എനിക്ക് സംഹിതയെ പറഞ്ഞിട്ടുള്ള അത്രയും ശിക്ഷ തന്നെ തരണം, അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റിന് ഇയാളുടെ കൺസെൻറ്റ് ഇല്ലാതെ തന്നെ ശിക്ഷയിൽ ഇളവ് കൊടുക്കാം. ഇത് ഈ പ്രൊവിഷൻ ശിക്ഷയിൽ ഇളവ് കൊടുക്കുന്നത് പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ പറയുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS ആണ്. BNSSൻ്റെ സെക്ഷൻ 474 ചേർന്ന് നിന്നിട്ട് വേണം. അപ്പം 474 BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അത് പ്രൊസീജിയറൽ ലോ ആണ്. ഇവിടെ കുറ്റങ്ങളെക്കുറിച്ചും കുറ്റങ്ങൾക്കുള്ള ശിക്ഷകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് ഇത് എങ്ങനെ കൊടുക്കണം, ഏതൊക്കെ സാഹചര്യത്തിൽ കൊടുക്കണം, അതിൻ്റെ പ്രൊസീജിയർ പറയുന്ന നിയമം വേറെയാണ്. അതുമായിട്ട് ചേർന്ന് വെച്ചിട്ട് വേണം കൊടുക്കാൻ എന്നുള്ളതാണ് സെക്ഷൻ 5 കമ്മ്യൂട്ടേഷൻ ഓഫ് സെൻറ്റൻസിനകത്ത് പറയുന്നത്. സോ കമ്മ്യൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലഘൂകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു ചോദ്യം ഇതാണ്, എന്താണ് ഈ ഒഫൻഡറിൻ്റെ കൺസെൻറ്റ് അവിടെ ആവശ്യമാണോ, ഈ പറയുന്ന കുറ്റവാളിയുടെ സമ്മതം വേണോ, അയാൾക്ക് കിട്ടിയ ശിക്ഷയുടെ കാലാവധി കുറച്ച് കൊടുക്കാൻ അയാളുടെ കൺസെൻറ്റ് വേണോ എന്ന് വെച്ചാൽ കൺസെൻറ്റ് ഒന്നും ആവശ്യമില്ല. ഓക്കെ, അടുത്തതാണ് സെക്ഷൻ 6 പറയുന്നത് ഫ്രാക്ഷൻസ് ഓഫ് ടേംസ് ഓഫ് പണിഷ്മെൻറ്റ്. അപ്പോൾ ശിക്ഷാ കാലയളവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കണ്ട ഡെത്ത് പെനാലിറ്റി വരും, ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് വരും, ജീവപര്യന്ത തടവിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കിലും അവിടെ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് 2 രീതിയിൽ പറയാം. അത് ഞാൻ ഇതിലല്ല പറയുന്നത്, നെക്സ്റ്റ് അടുത്ത സെക്ഷൻസിനകത്തായിട്ട് പറയും. അപ്പോൾ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് എന്ന് പറയുന്നത് റിമൈൻഡർ ഓഫ് ദ ഒഫൻഡേഴ്സ് ലൈഫ് ഇൻ പ്രിസൺ ആകാം. ഓക്കെ, ആ ഒരു ഒഫൻഡറിൻ്റെ നാച്ചുറൽ ലൈഫ്, റിമൈൻഡർ ഓഫ് ദി ഒഫൻഡേഴ്സ് നാച്ചുറൽ ലൈഫാണ്. ആ കുറ്റവാളിയുടെ സ്വാഭാവികമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ഇനി മുതൽ അവൻ എത്ര കാലം ജീവിക്കുന്നോ അത് എവിടെയാകാം, ആ ജയിലിനകത്താകാം. ഒന്ന് ആ രീതിയിൽ പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ കോടതികൾക്കത് റെക്കൺ ചെയ്ത് കൊടുക്കാം, അതൊരു 20 വർഷത്തിലേക്കൊക്കെ ആക്കി കുറച്ചും കൊടുക്കാം. ഓക്കെ, ഇനി എവിടെയെങ്കിലും ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ദാറ്റ് മീൻസ് എന്താണ്, ഈ പറയുന്ന വ്യക്തിയുടെ ജീവിതം മൊത്തത്തിൽ പ്രിസണിലാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ ഫ്രാക്ഷൻസ് കണക്കാക്കുമ്പോൾ 10 വർഷത്തിൽ കുറയാത്ത ശിക്ഷാ കാലയളവ്, 10, 14 അങ്ങനെയൊക്കെ നമ്മൾ പലതരത്തിലുള്ള ശിക്ഷാ കാലയളവ് നോക്കുമ്പോൾ അതിനെ കുറച്ച് കൊടുക്കാം. നമ്മൾ ടേംസ് ഓഫ് ഫ്രാക്ഷൻസ് എടുക്കാം. ഈ ടേംസ് ഓഫ് ഫ്രാക്ഷൻസ് ഓഫ് നമ്മൾ എടുക്കുമ്പോൾ എന്താണ്, ഈ പറയുന്ന ചെറുതായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോടതിക്ക് അതിനെ റെക്കൺ ചെയ്യാൻ പറ്റുന്നത്, കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്, മാറ്റിയെടുക്കാൻ പറ്റുന്നത്, അങ്ങനെ കുറച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫാണ്. അപ്പം വ്യക്തമായിട്ട് ഓർത്തിരിക്കുക, സെക്ഷൻ 6 നിങ്ങൾ ഒരു വ്യക്തിക്ക്, നിങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആരാണോ ഇവിടെ ഈ ഒഫൻഡേഴ്സിന് പണിഷ്മെൻറ്റ് പറയുന്നത്, അത് ജുഡീഷ്യറി ആണല്ലോ. ജുഡീഷ്യറി ഈ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫിനെ കണക്കാക്കുമ്പോൾ അതിനെ കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് എന്ന് പറയുന്നത് കുറയ്ക്കുമ്പോൾ ആ ജീവനാന്ത തടവെന്നുള്ളത് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഫ്രാക്ഷൻസ് ആക്കി കൊടുക്കാം, ചെറുതാക്കി കൊടുക്കാം. എങ്ങനെ ചെറുതാക്കിയാലും മിനിമം അവന് എത്ര കൊടുക്കണം, 20 വർഷം കൊടുക്കണം. അത് മറന്നു പോകരുത്. ഫ്രാക്ഷൻസ് ഓഫ് ടേംസ് ഓഫ് പണിഷ്മെൻറ്റ് ഇൻ ദ കേസ് ഓഫ് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് എടുക്കുമ്പോൾ ദാറ്റ് എങ്ങനെയായിരിക്കണം, ദാറ്റ് ഈസ് റെക്കൺ ടു 20 years. എന്നാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ ഇനി നമ്മൾ കാണുന്ന
ഏതെങ്കിലും സെക്ഷനുകളിൽ, ഇനി കാണുന്ന ഏതെങ്കിലും സെക്ഷനുകളിൽ എന്താണ് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് റെക്കൺ ചെയ്യാം എന്നുള്ളത്, റെക്കൺ ചെയ്യുമ്പോൾ അതൊരു 25 വർഷം എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ടെങ്കിൽ അവിടെ 25 തന്നെ കൊടുക്കണം. അപ്പം മറിച്ച് പറഞ്ഞിട്ടില്ലാത്ത പ്രൊവിഷൻസിൽ നിങ്ങൾ ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്നത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് എങ്ങനെ കണക്കാക്കണം, റെക്കൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 20 years ആയിട്ട് കണക്കാക്കണം എന്നുള്ളതാണ്. ഓക്കെ, ആ 20 years മറന്നു പോകരുത്. അതാണ് ഫ്രാക്ഷൻസ് ഓഫ് ടേംസ് ഓഫ് പണിഷ്മെൻറ്റ്. ഫ്രാക്ഷൻസ് ഓഫ് ടേംസ് ഓഫ് പണിഷ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫിൻ്റെ ഇതാണ്. ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫിനെ നമ്മൾ ചെറുതാക്കി കൊടുക്കുകയാണെങ്കിൽ അത് എത്രയിലേക്ക് എടുക്കണം, 20 വർഷത്തിലേക്ക് എടുക്കണം. 20 വർഷത്തിലേക്ക് എടുത്തിരിക്കാം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, അൺലെസ് അതർവൈസ് പ്രൊവൈഡഡ് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് എന്ത് ചെയ്യണം, പറഞ്ഞിട്ടുണ്ടായിരിക്കണം. മറ്റൊരു രീതിയിൽ പറഞ്ഞു വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരിടത്ത് പറയുകയാണ് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് റിമൈൻഡർ ഓഫ് ദ എന്താണ് ഒഫൻഡേഴ്സ് ലൈഫ്, നാച്ചുറൽ ലൈഫ് ജയിലിൽ തന്നെയാണ്. എന്നാൽ കോടതികൾക്ക് റെക്കൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു മിനിമം 28 വർഷത്തിലേക്ക് ആക്കണം എന്ന് പറയുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ 28 എന്ന് പറയുന്നത് തന്നെ നമ്മൾ കൊടുക്കണം. ഓക്കെ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ഇനി നമ്മൾ പറയുന്നത് അടുത്ത സെക്ഷൻ 7-നകത്താണ് പറയുന്നത്, സെൻറ്റൻസ് മേ ബി ഹോളി ഓർ പാർട്ട്ലി റിഗറസ് ഓർ സിമ്പിൾ എന്നുള്ളതാണ്. സെൻറ്റൻസ്, ശിക്ഷകളെന്ന് പറയുന്നത് സർട്ടൻ കേസസ് ഓഫ് ഇംപ്രിസൺമെൻറ്റ്, അതായത് ഇംപ്രിസൺമെൻറ്റുകളിൽ എന്താണ് ഈ ജയിൽ ശിക്ഷ എന്ന് പറയുന്നത്, ഇംപ്രിസൺമെൻറ്റ് ചില കേസുകളിനകത്ത് നമ്മളിപ്പോൾ എന്താണ് പലതരത്തിലുള്ള ശിക്ഷാവിധികൾ കണ്ടു. ഡെത്ത് നമ്മൾ കൊടുത്തു, ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് നമ്മൾ കൊടുത്തു, ഇംപ്രിസൺമെൻറ്റ് തന്നെ നമ്മൾ റിഗറസ് ആക്കി, എന്താണ് അതുപോലെ തന്നെ സിമ്പിളാക്കി. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾക്കൊരു എന്താണ് ഒരാൾക്ക്, ഒരു കുറ്റവാളിക്ക് നമ്മൾ ശിക്ഷ വിധിക്കുമ്പോൾ അയാൾക്കൊരു 7 വർഷം, ഓക്കെ 7 വർഷം എന്ന് പറയുന്നത്, 7 വർഷം നമ്മൾ അയാൾക്ക് എന്ത് കൊടുക്കുകയാണ്, പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ്, ഇംപ്രിസൺമെൻറ്റ് കൊടുക്കുക. ഈ 7 വർഷം മുഴുവനായിട്ടും ഹോളായിട്ടും റിഗറസ് തന്നെ കൊടുക്കണോ, ഓർ ഹോളായിട്ടും സിമ്പിൾ തന്നെ കൊടുക്കണോ, ഓർ ഇത് രണ്ടും കൂടെ പകുതി റിഗറസ് പകുതി സിമ്പിൾ അങ്ങനെ കൊടുക്കാമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സെക്ഷൻ 7-നകത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം, ഹോളി റിഗറസ് ആയിരിക്കാം, പൂർണ്ണമായിട്ടും റിഗറസ് കഠിന തടവിലേക്ക് പോകാം, അത് കോടതികൾക്ക് ഇമ്പോസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഹോളി സിമ്പിൾ ആക്കി കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും സിമ്പിൾ ഇംപ്രിസൺമെൻറ്റ് കൊടുക്കാം. ഇനി അതുമല്ലെങ്കിൽ എനി പാർട്ട് ഓഫ് ദി, ആ ഇംപ്രിസൺമെൻ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു 7 വർഷമാണല്ലോ എടുത്തിരിക്കുന്നത്, 7 വർഷം മുഴുവനും അവൻ എന്താക്കി കൊടുക്കാം, റിഗ്രസിലേക്ക് കൊടുക്കാം, 7 വർഷം സിമ്പിളാക്കി കൊടുക്കാം, ഓറിട്ടാണ് പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് പാർട്ട് ഓഫ് സച്ച് ഇംപ്രിസൺമെൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, കുറച്ച് റിഗ്രസും കുറച്ച് സിമ്പിളും ആക്കി കൊടുക്കാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് പൂർണ്ണമായും ശിക്ഷയുടെ കാലാവധി നമ്മൾ എടുക്കുമ്പോൾ ആ ശിക്ഷാ കാലാവധി എന്ന് പറയുന്നത് പൂർണ്ണമായും റിഗറസോ അതല്ലെങ്കിൽ പൂർണ്ണമായും സിമ്പിളോ പകുതി റിഗറസോ പകുതി സിമ്പിളോ ആക്കി കൊടുക്കാം. അതാണ് നമ്മൾ പറഞ്ഞ സെക്ഷൻ 7-നകത്ത്. അതും ചോദ്യമാണ്, അങ്ങനെ കൊടുക്കാമോ, ഒരു 7 വർഷത്തെ ഇതിനകത്ത് എന്താണ് റിഗ്രസ് ഇംപ്രിസൺമെൻറ്റ് അത്ര ഇങ്ങനെ ആക്കി കൊടുക്കാമോ, റിഗ്രസ് മാത്രമേ പാടുള്ളൂ സിമ്പിൾ മാത്രമേ പാടുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, ഇതിലേതുമോ കൊടുക്കാം, ഇത് മാത്രമോ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നുമോ രണ്ടും കൂടെ ചേർത്തോ കൊടുക്കാം എന്നാണ് സെക്ഷൻ 7 പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 8 ഇതിൽ ഒരു പ്രത്യേകതയുണ്ട്. VNS-ലേക്ക് വരുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ നേരത്തെ കമ്മ്യൂണിറ്റി സർവീസിനെ കുറിച്ച് പറഞ്ഞില്ലേ, വൺ ഓഫ് ദ മോഡ് ഓഫ് പണിഷ്മെൻ്റ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി സർവീസാണ് കണ്ടത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി സർവീസ് ഇനി നമ്മൾ ഈ പറയുന്ന ഡിഫോൾട്ട് ഇൻ പേയ്മെൻ്റ് ആണ്. അതായത് VNS-ൽ പറയുന്ന എന്താണ്, ഡിഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് ഓഫ് ഫൈൻ ഓർ ഡിഫോൾട്ട് ഓഫ് കമ്മ്യൂണിറ്റി സർവീസ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഫൈനാണ് പറഞ്ഞിട്ടുള്ളത്, ഫൈൻ ഇമ്പോസ് ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ശിക്ഷ എന്താണ് കോടതി വിധിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഫൈനാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ കോടതി നിങ്ങൾക്ക് എന്താണ് തന്നിട്ടുള്ളത്, എന്താണ് കമ്മ്യൂണിറ്റി സർവീസ് ആണ് വൺ ഓഫ് ദ പണിഷ്മെൻ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. ഇത് രണ്ടും നിങ്ങൾ അടച്ചില്ല, ഫൈൻ അടയ്ക്കാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ ഫൈൻ അടച്ചിട്ടുമില്ല, കമ്മ്യൂണിറ്റി സർവീസിന് പോടാ എന്ന് പറഞ്ഞെടുത്ത് പോയിട്ടുമില്ല എങ്കിൽ അതിനുള്ള, അതായത് ഡിഫോൾട്ട് ഇന്നാണ്. ഡിഫോൾട്ട് എന്തിനൊക്കെയാണ് നിങ്ങൾ ഡിഫോൾട്ട് കാണിക്കുന്നത്, ഡിഫോൾട്ട് കാണിക്കുന്നത് പേയ്മെൻറ്റ് ഓഫ് ഫൈനിൻ്റെ ഫൈൻ പറഞ്ഞെടുത്ത പേയ്മെൻറ്റ് കൊടുക്കാതെ ഇരിക്കുന്നതോ അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത് ചെയ്യാതെ ഇരിക്കുന്നതോ ആയ സാഹചര്യത്തിൽ. ഓക്കെ, ഇനി
നിങ്ങൾക്ക് പറഞ്ഞ ഇംപ്രിസൺമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ 5000 ഇംപ്രിസൺമെൻ്റ് അല്ല, ഫൈൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കോടതി നിർദ്ദേശിച്ച ഫൈൻ എന്ന് പറയുന്നത് 5000 റുപ്പീസ് വരെയുള്ള ഫൈനോ അതല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിറ്റി സർവീസോ, ഇതാണ് നിങ്ങൾക്ക് തന്ന ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് നമ്മളുടെ പിഴത്തുക? എത്രയാണ് പിഴത്തുക? 5000 വരെയോ ഓർ കമ്മ്യൂണിറ്റി സർവീസ്. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യാനാണ് നമ്മൾക്ക് ശിക്ഷ തന്നിരിക്കുന്നത്. ഇത് രണ്ടും ചെയ്തില്ല. ഇത് രണ്ടും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 2 മാസം വരെ ജയിൽ ശിക്ഷയാണ്. ഇംപ്രിസൺമെൻറ്റ് നോട്ട് എക്സീഡിങ് 2 months ആണ്. അതൊന്നും കൂടെ മനസ്സിലാക്കിക്കോണം. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 5000 രൂപ വരെ പിഴ കൊടുക്കാനോ പിഴത്തുക കൊടുക്കാനോ, അതല്ല എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസോ ആണ് എന്നുണ്ടെങ്കിൽ, ഇത് രണ്ടും നിങ്ങൾ ചെയ്തില്ലെന്നേ, ഇത് രണ്ടും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലാണ് അത് അയാൾക്കുള്ള ശിക്ഷ എന്താണ്? ഇംപ്രിസൺമെൻ്റ് ആണ്. എത്ര നാൾ വരെ കിടന്നത്? 2 മാസം, മാക്സിമം 2 മാസം വരെയാണ്. ഓക്കെ, മാക്സിമം. ഇനി 5000 രൂപയെ കൂടി, പിഴത്തുക 5000 രൂപയെ കൂടി അത് 10000 രൂപ വരെയായി. ഈ 10000 രൂപ വരെയോ അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസോ ആണ് പണിഷ്മെൻ്റായിട്ട് തന്നതെങ്കിൽ അത് ചെയ്യാത്തവന്മാർക്ക് ഇംപ്രിസൺമെൻറ്റ് മാക്സിമം അവന്മാരെ എത്ര നാളെ പിടിച്ച് ജയിലിടാൻ പറ്റുള്ളൂ? കിടക്കണം കേട്ടോ, അത് ശിക്ഷയാണ്. അപ്പോൾ എന്താണ്? അതും ചെയ്തില്ല ഇതും ചെയ്തില്ല എന്നും പറഞ്ഞിട്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ്? 4 മാസം വരെ ഇവനെ പിടിച്ച് ജയിലിനകത്തിടാം. മറ്റ് കേസുകളിൽ അപ്പം 5 വരെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസിൻ്റെ കേസുകളിൽ 2 മാസം നിങ്ങളെ ജയിൽ ശിക്ഷയോ, അത് ഡിഫോൾട്ട് ആകുന്ന കേസിനകത്താണ്, അത് നിങ്ങൾ ചെയ്യാതെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് 2 മാസം വീണ്ടും ഇംപ്രിസൺമെൻ്റ് എന്ന് പറയുന്നത്. ഇനി അതല്ല 5000 രൂപയിൽ കൂടുതൽ 10000 രൂപ വരെ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? അത് നിങ്ങൾ ആ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല, പിഴത്തുക കൊടുത്തിട്ടില്ല, കമ്മ്യൂണിറ്റി സർവീസ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 4 മാസം വരെയോ. ദെൻ മറ്റ് കേസുകളിൽ, അതായത് ഈ മറ്റ് കേസുകൾ എന്ന് പറഞ്ഞാൽ 10000 രൂപയിൽ കൂടുന്ന കേസുകളാണ്, 10000 രൂപയിൽ കൂടുന്ന ഫൈൻ ഇമ്പോസ് ചെയ്യുന്ന കേസുകളിലാണ്. അത് അങ്ങനെയുള്ള കേസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് മാക്സിമം എത്ര വരെ പോകാൻ പാടുള്ളൂ? 1 year വരെ പോകാൻ പാടുള്ളൂ. ഓക്കെ, അത് ഈ ഏരിയ നല്ലൊരു ഏരിയ ആണ്. നല്ല ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എത്രയാണ് 10000 രൂപ വരെയുള്ള എന്താണ് ഡിഫോൾട്ടഡ് പേയ്മെൻറ്റിനുള്ള ഡിഫോൾട്ട് പേയ്മെൻറ്റോ ഫൈനോ അതല്ലെങ്കിൽ ഡിഫോൾട്ട് ഇൻ എന്താണ് ഡൂയിങ് കമ്മ്യൂണിറ്റി സർവീസിൻ്റെ കേസിനകത്ത് എത്ര വരെ പോകാം ശിക്ഷ? അതായത് 10 വരെയാണെന്നുണ്ടെങ്കിൽ 4, 5 വരെയാണെന്നുണ്ടെങ്കിൽ 2, ഇനി 10 മുകളിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം 1 year വരെ ഇവനെ പിടിച്ച് ഇവനെയോ ഇവളെയോ കുറ്റക്കാരനെ പിടിച്ച് ജയിലിലിടാനുള്ള എന്തുള്ളൂ? റൈറ്റ് ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു നല്ലൊരു ഏരിയ ആണ്. അതിനൊരു ഉദാഹരണം ഞാൻ ആദ്യമേ അങ്ങ് പറയാം. പണ്ട് നമ്മളിങ്ങനെയൊക്കെ പറയല്ലോ, എന്താണ്, ഞാൻ ഒരുത്തനെ കുത്തിക്കൊന്നാലും അവനെ 2 പേരെ കുത്തിക്കൊന്നാലും എന്താണ്, ഇല്ലെങ്കിൽ ഒരുത്തനെ ഞാൻ കുത്തിക്കൊല്ലുന്നു. ഒരുത്തനെ കുത്തിക്കൊല്ലുമ്പോൾ ആ കുത്തിക്കൊല്ലുന്ന കേസിൽ ഒറ്റ കുത്തുകൊണ്ട് തന്നെ അയാൾ മരിച്ചു. അപ്പോഴത്തേക്കിന് എന്താണ്, ഞാൻ അയാളെ ഒരു കുത്തിന് പകരം എത്ര കുത്തി? ഒരു 10-20 കുത്തി. ഈ അടുത്തിടയ്ക്കല്ല, നമ്മൾ ആലുവയിലുള്ളൊരു കേസായിരുന്നു. അതിൽ ഒരു ലേഡിയായിരുന്നു അവിടെ ലോഡ്ജ് റൂമിൽ വെച്ച്, എക്സാക്ട് പേര് ഞാൻ മറന്നുപോയി. അവിടെ എത്രയാണ്? ആ ലേഡി 33 തവണയാണ് കുത്തുന്നത്. 33 തവണ കുത്തിക്കൊല്ലുന്നു എന്ന് പറയുന്നത്. ആ 33 തവണ കുത്തിക്കൊല്ലുമ്പോഴും മർഡറാണ് അവിടെ നടന്നിരിക്കുന്നത്. ആ മർഡറിന് 33 തവണ ഒരു മർഡറിൻ്റെ ശിക്ഷ എന്താണ്? ഡെത്ത് പെനാൽറ്റിയാണ് ഇമ്പോസ് ചെയ്തത്. അപ്പം മർഡർ എന്ന് പറയുന്നതിന് 33 തവണ ഇവനെ നമുക്ക് മർഡറിന് ശിക്ഷിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സെക്ഷൻ 9 ലിമിറ്റ് ഓഫ് പണിഷ്മെൻറ്റ് ഓഫ് ഒഫൻസ് മേഡപ്പ് ഓഫ് സെവറൽ ഒഫൻസ് എന്നുള്ളതാണ്. അതായത് പറയാൻ പോകുന്ന കാര്യം ഇതാണ്, ഞാൻ ഒരാളെ 1 അടി അടിച്ചാലും 9 അടി അടിച്ചാലും ഞാൻ അയാൾക്ക് നേരെ ക്രിമിനൽ ഫോഴ്സ് യൂസ് ചെയ്തു, അയാളെ അസാൾട്ട് നടത്തി. സോ ആ കേസുകളിൽ ഞാൻ അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണ്, കാരണം ഞാനിവിടെ മറ്റ് കുറ്റം ചെയ്തിട്ടില്ല, ഒരേ ടൈപ്പ് ഓഫ് ഒഫൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു വടിയെടുത്തു, ഒരുത്തനെ അടിച്ചു, ആ വടി കൊണ്ട് തന്നെ അവനെ 9 തവണ അടിക്കുന്നു. എന്നാലും എനിക്ക് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ എങ്ങനെയാണ്? ഒരടിക്ക് 50 ചാട്ടവാറടിയാണ് എനിക്ക് നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ശിക്ഷയെന്ന് വിചാരിക്കുക. ചാട്ടവാറടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ 50 തവണയാണ് ഉണ്ടെങ്കിൽ എനിക്ക് ഈ 50 ഞാൻ ഇവനെ 9 തവണ അടിച്ചതിനും കൂടെ ചേർത്ത് അങ്ങനെ എല്ലാം കൂടെ എത്ര അടി ഞാൻ കൊള്ളേണ്ടി വരും? അപ്പോൾ നമ്മൾ പറയുന്ന ഇതാണ്, ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ഒരാൾക്ക്
മെയ്ഡ് അപ്പ് ഓഫ് പാർട്സ് ആണ്. എനിത്തിങ് ആ ഒരു ഒഫൻസ് എന്ന് പറയുന്നത് ആ പാർട്ടുകൾ തന്നെ. ഞാൻ അടിച്ചു കഴിഞ്ഞാൽ അതൊരു എന്താണ് ഉപദ്രവം എന്ന് പറയുന്നത് ഒഫൻസാണ്. ഞാൻ കുത്തിക്കഴിഞ്ഞാൽ ഒഫൻസാണ്. കുത്ത് കേട്ട ആൾ മരിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം നടക്കുന്നത് മെയ്ഡ് അപ്പ് ഓഫ് പാർട്സ് ആയി. ഒരു തവണ കുത്തുന്നതിന് പകരം ഞാൻ 9 തവണ കുത്തി, 33 തവണ കുത്തി. ഇതെല്ലാം എന്താ സംഭവിക്കാൻ പോകുന്നത്? ആ ഒറ്റ കുത്തിനുള്ള ശിക്ഷയാണ്, മാക്സിമം ശിക്ഷയെ എനിക്ക് തരുകയുള്ളൂ. അതാണ് സെക്ഷൻ 9 പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കുറ്റം ചെയ്താലും ആ ഒരു പിന്നെ ഒരു കാര്യമുണ്ട്, ആ ഒരു കുറ്റം ഇപ്പം ഞാൻ ഒരാളെ എന്ത് ചെയ്യുന്നു, ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടിയെടുത്തു, ഇല്ലെങ്കിൽ അതിൻ്റെ അവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്. ഒരു എ എന്ന് പറയുന്ന ഒരാൾ ഇസഡിനെ 50 സ്ട്രോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വടിയെടുത്ത് 50 തവണ അടിച്ചെങ്കിൽ 50 തവണ ഒരു അടിക്കുള്ള ശിക്ഷ പ്രത്യേകമായിട്ട് പറയുന്നുണ്ടെങ്കിൽ, ഒരടിക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അതിന് ഒരു എന്താണ് അതിൽ ഒരു മന്ത് എന്താണ് ഇംപ്രിസൺമെൻറ്റ് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒരു തവണ അടിച്ചാലും 50 തവണ അടിച്ചാലും ഇവന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അടിക്കുള്ള മാക്സിമം ശിക്ഷയെ നമ്മൾ അവന് കൊടുക്കാൻ പാടുള്ളൂ. അതാണ് ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. അതിൽ എന്നാൽ ഞാൻ ഇതേ സംഗതി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ മറ്റൊരാളുമായിട്ട് മറ്റൊരു എക്സാമ്പിളാണ്. ഇവിടെ എ എന്ന് പറയുന്ന ഒരാൾ എന്താണ്, എ എന്ന് പറയുന്ന ഒരാൾ ഇസഡിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെ വടിയെടുത്ത് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ, വൈ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഇവിടേക്ക് കടന്നു വരികയാണ്. ഈ വൈ കടന്നു വരുന്നപ്പോൾ എനിക്ക് അപ്പോഴേ മനസ്സിലായി, എനിക്കിഷ്ടം എന്താണ്, വൈക്ക് വന്നു. ഞാൻ അബദ്ധത്തിലല്ല അടിച്ചത്, ഞാൻ വൈക്ക് കൊടുക്കുന്നത് മനഃപൂർവ്വം, എന്നാൽ ഇരിക്കട്ടെ അവൻ്റെ മണ്ടയ്ക്കും കൂടി ഇരിക്കട്ടെ എന്നും പറഞ്ഞ് മനഃപൂർവ്വം ഇവിടേക്ക് കയറി വന്ന വൈക്കും കൂടി എന്താണ്, അപ്പം ഞാനും ഇസഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അടി കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേറൊരാൾ കടന്നു വരുന്നു. ഇൻറ്റൻഷനലി ഞാൻ അവനും കൊടുക്കുന്നു നല്ല 2 എണ്ണം. അപ്പോൾ എന്താണ്, അപ്പം ഞാൻ ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കൊടുത്ത എന്താണ് ഇസഡ് എന്ന് പറയുന്ന പേഴ്സണ് കൊടുത്ത അടി അവിടെ നിൽക്കട്ടെ, അതിന് ശിക്ഷ എനിക്ക് കിട്ടും. പ്ലസ് വൈക്ക് കൊടുത്തതും ആ അടിക്കും കൂടെ ശിക്ഷ എനിക്ക് സെപ്പറേറ്റ് കിട്ടും. കണ്ടോ, ഇത് രണ്ടും 2 കാര്യങ്ങളാണ്. അപ്പോൾ ഒരു വ്യക്തിക്കെതിരെ എന്താണ്, നമ്മൾ ഇത്ര ഒരു തവണ കുത്തിയാലും 9 തവണ കുത്തിയാലും അത് തന്നെ. അതേസമയം അതേ കാര്യം വേറൊരാളോട് ചെയ്തു കഴിഞ്ഞാൽ അത് രണ്ടാണ്. അത് 2 പ്രത്യേകം ഒഫൻസുകളുമാണ്. ഓക്കെ, ഇനി അവിടെ ഒരു ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ മറ്റൊരു ഏരിയയിലേക്ക് നമ്മൾ പറയുമ്പോഴത്തേക്കിനും ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എന്താണ് മറ്റേ 2020 സിനിമ ഓർമ്മയുണ്ടല്ലോ, അതിനകത്ത് മോഹൻലാൽ പറയുന്നുണ്ട്, ഞാൻ എന്താണ് കുത്തിയതല്ല, കുത്തിയ കത്തി വലിച്ചൂരിയതാണ്. അപ്പോൾ കുത്തിയ കത്തി വലിച്ചൂരിയതാണോ എന്ന് ഡൗട്ടാണ്. മോഷണം മുതൽ കൈവശം വെച്ചിരിക്കുവാണോ, ഇവൻ മോഷണം തന്നെ ചെയ്തതാണോ എന്നുള്ളത് എന്താണ്, സ്റ്റോളൻ പ്രോപ്പർട്ടി വെച്ചിരിക്കുകയാണോ, ഇവൻ തെഫ്റ്റ് നടത്തിയതാണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഡൗട്ടാണ്. അപ്പോൾ നമ്മുടെ സംഹിതയിൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ്, അതായത് ഗിൽറ്റി ഓഫ് വൺ ഓഫ് ഇവൻ ഏത് കുറ്റകൃത്യം ചെയ്തതെന്ന് നമുക്ക് അറിയില്ല എന്നേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ ഡൗട്ടാണ്. നമ്മളെന്ന് പറയുമ്പോൾ ജുഡീഷ്യറിക്ക് തന്നെ ഡൗട്ടാണ്. ഇത് ബിയോണ്ട് ദ ഡൗട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താണ് ഈ എന്ത് കുറ്റമാണ് ഇവൻ ചെയ്തത്, അങ്ങനെ വരാം. നമ്മളിനി കാണുന്ന പല ഒഫൻസുകളിൽ അങ്ങനെ വരാം. അങ്ങനെ ഡൗട്ട്ഫുൾ ആവുന്ന കേസുകളിൽ എന്താണ് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവസ്റ്റ് പണിഷ്മെൻറ്റ് പ്രൊവൈഡഡ് എന്താണ്. അപ്പോൾ ഈ 2 കുറ്റകൃത്യങ്ങൾക്കും ഒരേ ലോവസ്റ്റ് പണിഷ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത്. ഇഫ് ദ സെയിം പണിഷ്മെൻറ്റ് ഈസ് നോട്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഈ പറയുന്ന കുറ്റകൃത്യം ഡൗട്ട്ഫുൾ ആണല്ലോ നമുക്ക്. അപ്പോൾ സ്റ്റോളൻ പ്രോപ്പർട്ടി ആണോ കൈവശം വെച്ചിരിക്കുന്നത്, ഇവൻ തെഫ്റ്റ് നടത്തി കൈവശം വെച്ചതാണോ എന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പം നമുക്ക് വീണ്ടും സംശയം, സ്റ്റോളൻ പ്രോപ്പർട്ടി ഇത് 2ഉം 2 അല്ലേ. എൻ്റെ അടുത്ത് അവിടെ ഇരിക്കുന്ന മതീഷ് എൻ്റെ അടുത്ത് വന്ന് പറയാണ്, മിസ്സേ ഈ പറയുന്ന സംഗതി ഒന്ന് വെച്ചോ. മതീഷ് ഇത് ഇവിടെ നിന്ന് അടിച്ച് മാറ്റിക്കൊണ്ട് വന്നതെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ നല്ല ഗുഡ് ഫെയ്ത്തിലാണ് ഞാൻ ഈ പറയുന്ന പ്രോപ്പർട്ടി എൻ്റെ കയ്യിലേക്ക് മേടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഈ മോഷണം മുതൽ കൈവശം വെച്ചിരിക്കുന്ന ഒരു കുറ്റവാളിയായെന്നേ. അപ്പോൾ ഞാൻ നേരിട്ട് കൊണ്ടുപോയി മോഷ്ടിച്ചുകൊണ്ട് വന്നതാണോ, വേറൊരുത്തനെ ഏൽപ്പിച്ചത് ആണോ എന്ന് ഡൗട്ട്ഫുൾ അല്ലേ. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്കും ഒരേ ശിക്ഷയല്ല പറഞ്ഞിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ 2 എണ്ണത്തിനും ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഏതാണോ പറയുന്നത് ആ ശിക്ഷയെ എനിക്ക് തരാൻ പാടുള്ളൂ. ഏത് കേസുകളിൽ ഒരാൾ ചെയ്ത കുറ്റകൃത്യം ഏതാണ് എന്ന് ഡൗട്ട്ഫുൾ ആകുന്ന സാഹചര്യങ്ങളിൽ
ആ സാഹചര്യങ്ങളിൽ ആ 2 കുറ്റകൃത്യങ്ങൾക്കും ഒരേ പണിഷ്മെൻ്റ് അല്ല പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിൽ ഏറ്റവും ചെറിയ പണിഷ്മെൻറ്റേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, മറ്റൊരു ചെറിയൊരു പോർഷനും കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോളിറ്ററി കൺഫൈൻമെൻ്റ് ആണ്, ഏകാന്ത തടവ്. ഏകാന്തവാസത്തിന് ഇയാളെ പറഞ്ഞു വിടാൻ പോവാണ്. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്, ഇവൻ കുറ്റകൃത്യം ചെയ്തതാണ്, ഇവന് നമ്മൾ റിഗ്രസ് ഇംപ്രസൺമെൻറ്റും കൊടുക്കാം, സിമ്പിൾ ഇംപ്രസൺമെൻറ്റും കൊടുക്കാം, പ്ലസ് ഇവനെ ഒറ്റയ്ക്കിടാം. അതെന്താണ്, ഒറ്റയ്ക്കിട്ട പ്രശ്നമുണ്ടോ? ഒറ്റയ്ക്കിരുന്ന പ്രശ്നം തന്നെയാണ്. ജയിലിനകത്തൊക്കെ ഏകാന്ത തടവിലൊക്കെ വിധിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് എവിടെയെന്നല്ല, എവിടെയാണെങ്കിലും പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതിന് പ്രശ്നമില്ലാത്തൊരു കുഴപ്പമില്ല, അങ്ങനെ തോന്നുന്നില്ല. എന്നാലും സോളിറ്ററി കൺഫൈൻമെൻറ്റിലേക്ക് വരുമ്പോൾ എന്താണ്, ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശിക്ഷാ കാലാവധി എന്ന് പറയുന്നത്, ഇവിടെ മതീഷിന് കിട്ടിയിരിക്കുന്ന ശിക്ഷ 6 മാസമാണ്. മതീഷ് ചെയ്ത കുറ്റകൃത്യത്തിന് 6 മാസം ആ മതീഷിന് എന്താണ് ഇംപ്രിസൺമെൻറ്റ് കിട്ടിയെങ്കിൽ മാക്സിമം മതീഷിന് സോളിറ്ററി കൺഫൈൻമെൻറ്റ് കൊടുക്കാൻ, മതീഷിൻ്റെ കയ്യിലിരിപ്പിന് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കൊടുക്കാൻ പാടുള്ളൂ? 1 മാസം. 1 മാസത്തിൽ കൂടുതൽ ആ പറയുന്ന മതീഷിനെ എന്ത് ചെയ്യാൻ പാടില്ല? ഏകാന്ത തടവിലിടാൻ പാടില്ല. അടുത്ത ചോദ്യം, 6+1 ആണോ ഈ പറയുന്ന? അല്ല, 6 മാസത്തിനകത്ത് 1 മാസം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എങ്ങനെ നോക്കിയാൽ 6 മാസമേ ശിക്ഷാ കാലാവധി വരാൻ പാടുള്ളൂ. ഇനി അടുത്തത് എന്താണ്, 6ൽ കൂടുതൽ 1 വരെ. അപ്പോൾ എന്താണ്, 6 to 1 എന്നുള്ളതാണ്. 6 മാസത്തിൽ കൂടുതൽ 1 ഇയർ വരെയുള്ള ഇംപ്രിസൺമെൻറ്റുകളാണെന്നുണ്ടെങ്കിൽ അവിടെ എത്രയേ കൊടുക്കാൻ പാടുള്ളൂ? ഏകാന്ത തടവ് 2 മാസമേ കൊടുക്കാൻ പാടുള്ളൂ. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 വർഷത്തിൽ കൂടുന്ന കാലാവധിയുള്ള ശിക്ഷകളാണെങ്കിൽ 1 ഇയർ കൂടുകയാണ്, എക്സീഡ് 1 ഇയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര കൊടുക്കാൻ പാടുള്ളൂ? 3 മാസം. അപ്പോൾ 6 മാസം വരെയുള്ള ശിക്ഷാ കാലയളവുകളിൽ 1 മാസം ഏകാന്ത തടവും, അതല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം കൊടുക്കാവുന്നത്. ഇനി 6നും 1നും ഇടയ്ക്ക് 6 മാസം മുതൽ 1 വർഷത്തിനിടയിൽ വരെയുള്ള കാലഘട്ടമാണെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നത് 2 മാസവും. 1 ഇയർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ എത്രയുമേ പാടുള്ളൂ? 3 മന്ത്. അപ്പം ടോട്ടലി ഒരു വ്യക്തിക്ക് കൊടുക്കാവുന്ന ഏകാന്ത തടവ് സംഹിത പ്രകാരം എത്രയാണ് പറയുന്നത്? 3 മാസമേ ഏകാന്ത തടവ് പാടുള്ളൂ. സോ ഇത്രയുമാണ് നമ്മുടെ പണിഷ്മെൻറ്റിൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണിഷ്മെൻറ്റ് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കുക, ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. റിഗ്രസ് ഉണ്ട്, സിമ്പിൾ ഉണ്ട്, ഡെത്ത് ഉണ്ട്, ദെൻ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ഉണ്ട്, അതിനെ നമുക്ക് കുറച്ചൊക്കെ കൊടുക്കാം. പിന്നെ നമ്മൾക്ക് കമ്മ്യൂണിറ്റി സർവീസ് ഉണ്ട്, അത് ഏതൊക്കെ സാഹചര്യത്തിൽ കൊടുക്കണം, ഇത് ഡിഫോൾട്ട് ആകുമ്പോഴെങ്ങനെയാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ്, ഈ സോളിറ്ററി കൺഫൈൻമെൻറ്റ്. ഇത്രയും കൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. സോ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. എന്താണ്, കൃത്യമായിട്ടും ഇതിനകത്ത് അങ്ങനെ നമ്മൾ ഒരു വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, കുറച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന അത്രയും ഏരിയകളെ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. സോ നമുക്കപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഒരു ടോപ്പിക്ക്, പുതിയ ടോപ്പിക്ക്, കുറച്ചും കൂടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ചൊരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.